അപ്പം നമുക്ക് ചില ഗുണങ്ങളുണ്ട്. പടച്ച റബ്ബേ, ഞാൻ വളരെ സ്കെൽറ്റാണ്. അപ്പം തടി കൂടാൻ കുറേ മരുന്നുകൾ. ഈ കേരളത്തിലൊക്കെ ഈ കാലത്ത് ഇതുവരെയും നടന്നു വന്നിരുന്നതാണ് ഈ ലൈംഗിക ബന്ധമൊക്കെ. അതിൻ്റെ അനുരണനങ്ങളും ഫലങ്ങളുമാണെന്ന് കാണുന്ന ജനങ്ങളും മനുഷ്യന്മാരൊക്കെ. പക്ഷെ പുതിയ കാലത്ത് എല്ലാവർക്കും എന്തോ രോഗമുണ്ട് എന്ന് എല്ലാ കമ്പനിക്കാരും ചേർന്ന് നമ്മളങ്ങോട്ട് പറഞ്ഞു കയറ്റിക്കണ്. എന്നിട്ട് രസകരമാണ് ചില സംഗതികളൊക്കെ. അവരുടെ ഈ ലൈംഗിക ഭാഗങ്ങളൊക്കെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത മാതിരി വികാസം വരുന്നൊക്കെ പറഞ്ഞ് ഏതോ ഉത്തരേന്ത്യൻ കമ്പനിയിൽ നിന്ന് വരുന്ന ടാബ്ലറ്റ് തിന്നുകൊണ്ടിരിക്കുക. കിഡ്നി പോണതറിയില്ല. ഈ സാധനങ്ങൾ അകത്തേക്ക് എത്തിക്കുന്ന മാരകമായ വസ്തുക്കളെ സംസ്കരിക്കാൻ വേണ്ടി കരള് ഓവർ ഡ്യൂട്ടി ചെയ്യുന്നത് കാരണം കരളിനുണ്ടാകുന്ന വിവിധങ്ങളായ രോഗങ്ങളെ കുറിച്ച് ഇപ്പം അറിയില്ല, പിന്നെ വരുള്ളൂ. ഈ കമ്പനിക്കൊന്നും വല്ലാതെ അഡ്രസ്സും ഉണ്ടാവില്ല. നമ്മൾ ആരാ തെറ്റിദ്ധരിപ്പിച്ചത് നമ്മൾ ഇவ்விധം മോശക്കാരാണെന്ന്? അവരുണ്ടാക്കുന്ന പരസ്യത്തിൽ കാണുന്നത് പോലെയാണ് യഥാർത്ഥ ജീവിതം എന്ന് ആരാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഒരു സംശയം വേണ്ട, സോഷ്യൽ മീഡിയ. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ, ലഭ്യമായ അനുഗ്രഹങ്ങളിൽ നന്ദി അറിയാന്നുള്ളതും ഇതിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ്.